ഡേ 2 പെഹൽഗം. ശ്രീനഗറിൽ നിന്ന് പെഹൽഗമിലേക്ക് ഓൾമോസ്റ്റ് ഒരു 90 കിലോമീറ്റേഴ്സ് ഉണ്ട്. ബട്ട് പോകുന്ന വഴിയാണ് ഏറ്റവും ഭംഗിയുള്ള വഴിയാണ്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് നല്ല വഴി മൊത്തം ഫുൾ മഞ്ഞായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ ബിറ്റ്വീൻ നിർത്തി നല്ലൊരു അടിപൊളി കാവ കഴിച്ചു. ഈ റൂട്ടിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാഫ്രോൺ ഫീൽഡും ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ കിട്ടുന്ന സാഫ്രോൺ ആൻഡ് അവിടെ കിട്ടുന്ന കാവയാണ് ഏറ്റവും ബെസ്റ്റ്, നല്ല ഫ്ലേവറുള്ളത്. എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ളത് ആ ഒരു സൈഡിൽ നിന്ന് കഴിക്കുന്നതാണ്. എനിക്കിപ്പോൾ തന്നെ കൊതിയാവുന്നു. കുറേ ആൽമണ്ട്സൊക്കെ ഇട്ട് ആ സാഫ്രോൺ ഫ്ലേവർ ശരിക്കും ഉണ്ടാകും. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പല പല വ്യൂസ് ആയിരിക്കും. മൗണ്ടെയിൻസായിട്ടും വാലീസായിട്ടും ഒക്കെ ഫുൾ സ്നോയിൽ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കുകയാണ്. ഇതിപ്പോൾ നമ്മളല്ലാതെ ഒരു വേറെ സീസണിലൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകും. സംടൈംസ് ഫുൾ ഫ്ലവേഴ്സ് ആയിരിക്കും. സാഫ്രോൺ ഫീൽഡും ഒക്കെ കാണാൻ പറ്റും ആ ടൈമിൽ. നല്ല തണുപ്പുണ്ടായിരുന്നു. പോകെ പോകെ പെഹൽഗം റീച്ചാകെ ടൈം ഇങ്ങനെ ടെമ്പറേച്ചർ ഇങ്ങനെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പായിരുന്നു. ഇതൊക്കെ ആപ്പിൾ ഫീൽഡാണ്. ഇപ്പോൾ നമ്മൾ സമ്മർ ആയിരുന്നെങ്കിൽ ഫുൾ ആപ്പിൾസ് ഉണ്ടാവുമായിരുന്നു. നല്ല ആപ്പിൾസാണ് ഇവിടെ ഉള്ളത്. ആപ്പിൾ ജ്യൂസൊക്കെ അടിപൊളിയായിരിക്കും. പെഹൽഗമിലേക്ക് എൻട്രി ആണ്. പെഹൽഗമിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ലിഡർ റിവറാണ്. ഇതിൻ്റെ സൈഡിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ തണുപ്പ് നല്ല കൂടുതലായിരിക്കും വിൻ്ററിലും. പക്ഷേ അത് ഭയങ്കര ഭംഗിയാണ്. കുറേ റോക്സും ഇതൊക്കെ ഉണ്ടായിട്ട് അതിലൂടെ വെള്ളം ഇങ്ങനെ പോകുന്നു. ഈ മൗണ്ടൻ വ്യൂ എല്ലാം ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വരച്ച് വെച്ച പോലെ തോന്നും. നമുക്കിങ്ങനെ ഫുൾ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. സോ ആ ഒരു 90 കിലോമീറ്റേഴ്സ് നമ്മൾ പോകുന്നതേ അറിയില്ല. കാരണം അത്രയും ഭംഗിയുള്ള വഴികളാണ്. ഇതെല്ലാം ഹോട്ടൽസാണ്, റിസോർട്ട്സാണ്. അപ്പോൾ നമുക്കൊക്കെ അവിടെ നോക്കി അങ്ങനത്തെ സ്ഥലത്ത് സ്റ്റേ എടുക്കാം. കുതിരയൊക്കെ പോകുന്നുണ്ട്. നമ്മളും ഇന്ന് കുതിര സവാരി വരുമെന്നാണ് തോന്നുന്നത്. പ്ലാന് ബേത്താപാലയിലുമാണ്. ഇവിടുന്ന് യൂണിയൻ ക്യാബ് എടുത്ത് നമുക്കിവിടെ പോകാമെന്നായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ, ബേത്ത വാലിയിൽ പോകാമെന്നായിരുന്നു പ്ലാന് പെഹൽഗമിൽ. പക്ഷേ ഇവിടെ വന്നപ്പോഴും അറിയുന്നത് നെക്സ്റ്റ് 1 മന്തിലേക്ക് ക്യാബ് ഒന്നും ഉണ്ടാവില്ല. യൂണിയൻ ക്യാബും ഇല്ല. ഫുൾ മഞ്ഞ് കാരണം ഫുൾ ലോക്ക്ഡൗൺ. സോ ഇപ്പോൾ ബേസാരാൻ വാലിയിൽ ഇതിൽ പോകാം. കുതിരയുടെ പുറത്ത് എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. നോക്കാം. ട്രൂ കോഡിയ ഹോഴ്സിൽ നമ്മൾ ബേസാരൻ വാലി പോവാണ്. സോ മാക്സിമം ബാർഗെയിൻ ചെയ്തേ എടുക്കാവോ. നമുക്ക് അത്യാവശ്യം നല്ല എമൗണ്ടായി. മേ ബി ബാർഗെയിനിങ് പവർ കുറഞ്ഞത് കൊണ്ടായിരിക്കും. പക്ഷെ എത്രത്തോളം നമ്മൾ പറയുന്നതിൻ്റെ ഒരു 1/5 ആക്കി പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം അത്രയും കൂട്ടിയായിരിക്കും അവർ വെച്ചിട്ടുണ്ടാവും, എസ്പെഷ്യലി ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. പൈൻ ട്രീസിൻ്റെ ഇടയിലൂടെ ഈ മഞ്ഞിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ശരിക്കും ഒരു ഇംഗ്ലീഷ് മൂവിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള അതുപോലത്തെ ഒരു വിഷ്വലായിരുന്നു. ശരിക്കും ഒരു വണ്ടർലാൻഡിൽ ചെന്ന ഫീൽ ശരിക്കുമുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതുപോലത്തെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ഇത് ചൂസ് ചെയ്യണം. അത്രയും നല്ലൊരു എക്സ്പീരിയൻസാണ്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് ബേസാരൻ വാലിനെ നോർമലി പറയുന്നത്. അത്രയും ഭംഗിയുള്ള വ്യൂവും ഒരു വൈഡ് ഏരിയ ഫുള്ളിങ്ങനെ സ്നോ ആയിട്ട് കിടക്കുന്ന കാണുമ്പോൾ എന്താ പറയുക, എല്ലാ സ്ഥലങ്ങളിലും തോറ്റു പോകും തോന്നും. ഫുൾ മഞ്ഞായിരുന്നു. ഓൾമോസ്റ്റ് എൻ്റെ ഒരു നീ ലെങ്ത്തിൽ അത്രയും ഡീപ്പായിട്ട് സ്നോ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്നോ കണ്ടാൽ മതി, സ്നോയിൽ ഇങ്ങനെ കളിച്ചാൽ മതി എന്നുള്ളതുകൊണ്ട് വേറെ ഒന്നും ചെയ്തില്ല. ബട്ട് അവിടെ സിപ്പ് ലൈൻ ഉണ്ട്, വേറെ കുറേ ആക്ടിവിറ്റീസ് അവിടെ ചെയ്യാനുണ്ട്. അതിൽ വന്ന് സ്കീയിങ് എല്ലാം ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ട്. സോ പെഹൽഗം ബേസാരൻ വാലിയിൽ ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ടെമ്പറേച്ചർ -5 ഈ സൺ ഉള്ളതുകൊണ്ട് സമാധാനത്തോടെ ഇരിക്കുന്നു. അപ്പോൾ ഇത് നല്ല
മഞ്ഞിലിങ്ങനെ കളിച്ചിട്ട് നല്ല ചൂട് സ്പൈസി മാഗി. സോ മോസ്റ്റ്ലി നമ്മളിത് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങും. Elachi highlight. Okay. ഇപ്പോൾ ഞാനുള്ളത് പെഹൽഗം വിലോ കശ്മീർ. ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് വരണമെന്ന് ആഗ്രഹിച്ചത്. തപ്പി പിടിച്ച് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തുന്നതിന് മുമ്പ് ലുക്ക് അറ്റ് ദിസ്. This is one of the best hot chocolate I ever had. The best. ഭയങ്കര creamy and thick and rich flavor. Oh my god. I'm still craving. Yum. And പിzzയുടെ ഭംഗി കണ്ട് വാങ്ങിച്ചതായിരുന്നു. നമുക്ക് നിയർ ബൈ ടേബിളിൽ സെർവ് ചെയ്യുന്ന കണ്ടപ്പം it looked really pretty. So we ordered it. And almost sunset time ആയി. മൗണ്ടൻസിലേക്ക് ആ സൺസെറ്റ് ടോപ്പിലുള്ള അവിടെ മാത്രം ആ ഗോൾഡൻ ലൈറ്റ് അടിച്ചിട്ടുള്ള ഒരു വ്യൂ. വാവ്. ഫുൾ ടൈം അവിടെ തന്നെ അങ്ങനെ നിൽക്കാൻ തോന്നി. അവിടെ നിന്ന് എങ്ങോട്ടും പോകണ്ട, അവിടെ തന്നെ നിൽക്കാം. ആ ഒരു ക്ലൈമറ്റൊക്കെ എൻജോയ് ചെയ്ത് ഈ വ്യൂ ഒക്കെ കണ്ട് ഇറ്റ്സ് മാജിക്കൽ.